ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനം എത്തുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. പിന്നെ എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടോ? ഇപ്പോൾ കമൻസൊക്കെ അങ്ങോട്ട് വരുന്നില്ല. എല്ലാവരും ബിജീസ് കിച്ചൻ അങ്ങ് മടുത്ത് എല്ലാവരും പുതിയ ചാനലിലോട്ടാണ്. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ. പിന്നെന്താ, ഞാനിപ്പം പണ്ടത്തെ ഇപ്പോൾ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഈ പിള്ളേരുടെയൊക്കെ കാര്യങ്ങളൊക്കെ കാണുമ്പം ഓർക്കുന്നതായിരുന്നു. ഈ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും പഠിക്കാതെ ചെന്നാലോ എന്തെങ്കിലും ആണെങ്കിലും നമുക്ക് വടി പേടിയായിരുന്നു. അധ്യാപകരെ ഭയങ്കര പേടിയായിരുന്നു. അന്നത്തെ കാലത്തെ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ വീണ്ടും ആ വടി പ്രയോഗം വന്നായിരുന്നെങ്കിൽ കുറേയെങ്കിലും പിള്ളേരൊക്കെ ഒന്ന് നന്നായേനെ. അത് നമ്മൾ ചിന്തിക്കുന്നു, അയ്യോ നമ്മളൊക്കെ ആണെങ്കിൽ അടിക്കുന്ന ഒരടിയാണോ, കൈ പൊട്ടി നമുക്ക് വീട്ടിൽ വരുമ്പം ഇങ്ങനെ കളറ് വന്നിട്ടുണ്ട് ചില സാറന്മാർ. ചിലരങ്ങ് അങ്ങനെ പിന്നെ സഹികെട്ട് നമ്മുടെ പേരൻസൊക്കെ ചെന്ന് കംപ്ലൈൻറ്റും പറഞ്ഞിട്ടുണ്ട്. അവരുടെ അടിയെന്ന് വെച്ചാൽ എന്തോ അടിയാ. അന്നൊക്കെ നമുക്ക് അധ്യാപകരെന്ന് വെച്ചാൽ എന്തോ ബഹുമാനം. ഇപ്പോഴെന്ന് പറയുന്നത് എല്ലാവരുടെയും അല്ല, ചില അധ്യാപകരൊക്കെ പിള്ളേരുമായിട്ട് എന്ത് അറ്റാച്ച്മെൻറ്റാണെന്നറിയാമോ? ചില യൂട്യൂബിലൊക്കെ ചില വീഡിയോ ആണ് അധ്യാപകർ പിരിഞ്ഞു പോകുമ്പോൾ പിള്ളേർ കിടന്ന് നിലവിളിക്കുന്നതൊക്കെ. പണ്ടൊക്കെ നമുക്ക് പേടിയായിരുന്നു. ഒരു അധ്യാപകൻ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിറയ്ക്കുമായിരുന്നു. ഇപ്പം നമുക്കതുപോലുള്ളൊരു ബഹുമാനം ഉണ്ടായിരുന്നു നമ്മുടെ അധ്യാപകരോട്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കും ബഹുമാനം ഇല്ലെന്നല്ല, ബഹുമാനമുണ്ട്, പേടിയുണ്ട്. പക്ഷേ ചുരുക്കം ചില പിള്ളേർ ഉണ്ട്. കഴിഞ്ഞ ദിവസം പ്രീസമ്മോൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ച്, എന്തോ പിള്ളേരാന്ന് പറയണേ, വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പമ്മി എടുത്തുകൊണ്ട് വന്നതായിരിക്കാം. എത്രമാത്രം പേരൻസ് ഇതുങ്ങളെയൊക്കെ തപ്പും. അപ്പോൾ ആ അന്നത്തെ കാലം എനിക്ക് നമ്മൾ പോയ കാലമൊക്കെ ഓർക്കുമ്പോൾ അയ്യോ നമ്മൾ പഠിച്ചതുപോലാണോ? അതുമല്ല, അന്ന് നമുക്കൊക്കെ എന്നെ പഠിക്കാൻ എന്തോ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, നമുക്ക് ഹിന്ദിയൊക്കെ എന്നായിരുന്നു, നമുക്ക് 4-5 സബ്ജക്റ്റാണ്. ഇതുങ്ങൾക്കിപ്പോൾ എന്തുമാത്രം സബ്ജക്റ്റ്, എത്ര പീരീഡാണ്. പാവം പ്രൈസമ്മോൻ, അതും 3rd ഫ്ലോർ വരെ പ്രൈസമ്മോന് കയറിപ്പോണം. നമുക്കങ്ങനെ ഞങ്ങൾ പഠിച്ച ഇതൊന്നും ഒരു നിസാര സ്കൂളിലല്ലേ പഠിച്ചത്. അപ്പം ഇങ്ങനെ ഫ്ലോറൊന്നും കയറിപ്പോകേണ്ട ആവശ്യമില്ല. ഇവർക്ക് ലിഫ്റ്റ് ഉണ്ട്. അത് ഉള്ളി ഈ പേരൻസ് മീറ്റിംഗ് ഒക്കെ ഓപ്പൺ ഹൗസ് വെക്കുമ്പോൾ പേരൻസിന് ലിഫ്റ്റിൽ പോവാം, കൊച്ചുങ്ങൾക്ക് പോകാനും അലവിടില്ല. അപ്പോൾ ഈ പ്രീസമ്മോൻ്റെ ബാഗ് ടൈം ടേബിളെല്ലാം എടുത്തിട്ട് ബാഗ് എടുക്കുമ്പോൾ നമുക്കൂടെ ഒരു ഇതാണ്. അത് പിന്നെ ഈ തോളത്ത് വെച്ചോണ്ടല്ലേ ഈ കൊച്ചുങ്ങൾ 3rd ഫ്ലോർ. ഇനി 5ാം ക്ലാസ്സിലാകുമ്പോൾ 4th ഫ്ലോറാണ്. എനിക്ക് ഓർക്കാൻ വയ്യ എന്നുള്ള പിള്ളേരുടെ ഇത് ഓർക്കുമ്പോൾ. അത്രയ്ക്ക് പിള്ളേർ കൂനിപ്പോവും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ. ബാഗ് എന്തോ കളിക്കാൻ അവൻ പഠിക്കുമല്ലേ ഇപ്പം. പിന്നെ അവനോട് പറ, പ്യാർസെ സ്നേഹത്തിൽ പറ, ചാച്ചാ എൻ്റെ കൂടെ ഒന്ന് കളിക്കുമെന്ന് പറ. ചെസ്സ് കളിക്കും. എന്നോട് ഒന്ന് പറയുക, ചാച്ചനോടൊന്ന് പറ എൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. രാവിലെ അന്നേരം ഇവർക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതായത് പാസ്ത ഉണ്ടാക്കുന്നത്. അതൊന്ന് കുക്കറിൽ ഇട്ടൊന്ന് വേവിക്കട്ടെ. അപ്പോൾ ഞാനത് കുക്കറിൽ ഇങ്ങനെ വേവിച്ചിട്ട് നമ്മൾ നേരത്തെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ കുക്കറിൽ ഇങ്ങനെ അടിച്ചെടുക്കുമല്ലോ. ഇന്ന് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അതൊന്ന് വേവിക്കാൻ കുക്കറിൽ ഞാൻ ഇങ്ങ് തിളച്ചതിന് ശേഷം അത് പിന്നെ കുക്കറിൻ്റെ അടപ്പിടാതെ ഞാനതൊന്ന് തിളപ്പിച്ച്, എന്നിട്ട് കുക്കറിൻ്റെ അടപ്പിട്ട് വിസിലിട്ടിട്ട് അത് ഓഫാക്കിയിട്ട്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് വെള്ളം വരാനായിട്ടിട്ട്, അപ്പോൾ ഇച്ചിരി ക്യാപ്സിക്കമൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ അരി കളഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നൂഡിൽസിന് ഇങ്ങനെ ക്യാപ്സിക്കവും സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. മായയുടെ കമൻറ്റ് വന്നപ്പോഴാണ് അറിഞ്ഞത്, ചേച്ചി ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേയുടെയോ, ഇൻഡിപെൻഡൻസ് എന്നാണ് റിപ്പബ്ലിക്, അതിൻ്റെ കളർ പോലെ ഉണ്ടല്ലോ ചേച്ചി അരിഞ്ഞു വെച്ചേക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ ചെന്ന് വീഡിയോ നോക്കിയുണ്ടെങ്കിൽ ശരിയാ, ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെറൈറ്റി കളർ പോലെ നല്ല ഇതായിരുന്നു കാണാൻ. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല, അങ്ങനെ അങ്ങ് അരിഞ്ഞ് കട്ടിമ്പാടിൻ്റെ അകത്ത് വെച്ചതാണ്. അപ്പം ഞാനിങ്ങനെ ഇവിടെ ക്യാപ്സിക്കം ഇടുന്നത് ഇവർക്ക് ഇഷ്ടമാണ് പോളിന്. പക്ഷേ ക്യാരറ്റിനോട് അത്ര താല്പര്യമില്ല. എന്നാലും ചെറിയൊരു ക്യാരറ്റൂടെ ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്.
റേച്ചാൻ ബാഡ്മിൻ്റൺ കളി കഴിഞ്ഞിട്ട് ഇങ്ങ് എത്തിയില്ല. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി പൊടികൾ ഇന്ന് ചേർക്കും. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഇച്ചിരി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായി ഒന്ന് ആ മസാലയുടെ ഒക്കെ പച്ചമണം പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കും. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ എല്ലാത്തിനും ഉമ്മാർക്ക് ഇത് എടുക്കും. ഉമ്മാർ ഞാനിത് കുക്കറിൽ നിന്ന് ഈ കണ്ണകപ്പയ്ക്കകത്ത് ഇട്ടിട്ട് കുറച്ച് നേരം നമ്മുടെ പൈപ്പിൽ വെള്ളം ഒഴിച്ച്, അപ്പോൾ അത് ഒട്ടിപ്പിടിക്കത്തില്ല. ഇന്ന് അമ്മമാർക്കൊക്കെ സന്തോഷമായിരുന്നു, ആരെയും നിർബന്ധിക്കണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനായിട്ട് ഇതങ്ങ് സ്റ്റാർട്ടിങ്ങിലേ വെച്ചാൽ പിന്നെ കുറേ സമയം എടുക്കും ഇത് വഴന്ന് വരാനായിട്ട്. ഞാൻ ഉപ്പി പറ്റിക്കുന്നില്ല. ഉപ്പി പറ്റിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും സമയം എടുക്കത്തില്ല. ഇതിപ്പം ഉപ്പി പറ്റിക്കാതെ തന്നെ ഈ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഇട്ട് വഴറ്റി വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ആ സ്റ്റാർട്ടിങ്ങിൽ ഇതങ്ങ് ചെയ്യാൻ വെക്കും. എന്നിട്ട് ബാക്കി ജോലികൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൂടി ഇട്ടിട്ട് അവിടെ കിടക്കട്ടെ. കോവയ്ക്ക ഇവിടെ പോളിന് ഇഷ്ടമാണ് ചപ്പാത്തിക്ക്. കൊച്ചവൻ അത്ര അങ്ങോട്ട് താല്പര്യമില്ല. പക്ഷേ എനിക്കിത് കൂട്ടി ചോറൊക്കെ കഴിക്കാൻ എനിക്കിഷ്ടമായത്. ഇന്ന് ഞാനിങ്ങനെ വട്ടത്തിലായിരുന്നു, ചില സമയത്ത് നീളത്തിലരിയും. ഇന്നിപ്പോൾ ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് ഇങ്ങനെ വട്ടത്തിലങ്ങ് അരിഞ്ഞ്. ഈ മെഴുക്കുവരട്ടി വെക്കുമ്പോൾ ഒരു ഇച്ചിരി വിളഞ്ഞ് നല്ല പഴുത്തതായി എനിക്കിഷ്ടം, ഇത്തിരി കളറുള്ളത്. അന്നേരം അത് വഴന്ന് വരാനും നല്ലതില്ല. കിശിക്ഷായിരിക്കുന്ന പച്ച അത്ര ഒരു നല്ലതില്ല. അപ്പോൾ ഞാൻ പിന്നെ അതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. വീഡിയോ എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ട് കിടന്നൊന്ന് സംസാരിക്കുക. അവസാനം ഓഫാക്കാൻ വന്നപ്പോഴാണ് അറിഞ്ഞത് ഓണല്ലെന്ന്. കപ്പ ഞാൻ അടുപ്പത്ത് വെച്ച് തിളയ്ക്കുന്നു. മീൻ ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി മീൻ കറി വെക്കണം. മെഴുക്ക് പുരട്ടി റെഡിയായി. ഇന്നലത്തെ കുമ്പളങ്ങ മോരുകറി ഇരിപ്പുണ്ട്, കാബേജ് കറി ഇരിപ്പുണ്ട്. ഈ മെഴുക്ക് പുരട്ടി കപ്പയും മീൻ കറി ആണെങ്കിൽ പിന്നെ വേറെ കൂട്ടാനൊന്നും ആവശ്യം വരത്തില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് വർക്ക് ചെയ്യാൻ അന്നത്തെ ബട്ടർ ചിക്കൻ അന്ന് ആർക്കും വേണ്ടായിരുന്നു, കുറച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തിക്കായായിരുന്നു അന്ന്. അത് കൂട്ടി ചപ്പാത്തി കൊടുക്കാം. അപ്പം ഞാൻ ഈ തുണി വിരിക്കട്ടെ. റൈസാൻ, നീ റീഡ് ചെയ്തിട്ട് അതാത് പോയിന്റ് അത് എഴുത്. എന്നിട്ടത് എത്രയും കുറയ്ക്കാമോ, എത്രയും വെട്ടി കുറയ്ക്കാമോ അത്രയും വെട്ടി കുറയ്ക്കണം. ജോ പോയിന്റ് മിലത്തി അത് എഴുത്. അപ്പോൾ അവർക്കൊക്കെ ഞാനങ്ങ് ചപ്പാത്തി കൊടുത്തു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അനുവും കൂടെ വന്നിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ. ഫുഡ് റെഡി ആയാലും ഞാൻ അവൾ വന്നു കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ. അപ്പം ഞാൻ ഇന്ന് മീൻകറിക്ക് വെളുത്തുള്ളി കുറവായിപ്പോയി. കാരണം ഞാൻ വെളുത്തുള്ളി പൊളിച്ചിട്ട് വന്നപ്പോൾ അറിഞ്ഞ അയ്യോ കപ്പയ്ക്ക് കൂടി ഇച്ചിരി വേണമല്ലോ വെളുത്തുള്ളി എന്ന്. അപ്പം ഞാൻ പിന്നെ പൊളിക്കാനൊന്നും പോയില്ല. അതിൽ നിന്ന് ഈ മീൻകറിക്കകത്തുനിന്ന് ഉള്ള വെളുത്തുള്ളി എടുത്ത് കപ്പയ്ക്ക് അരയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ മീനൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് വെട്ടിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. എന്നും മീൻ വെട്ടുന്ന കാണിക്കുന്നില്ല. കേരമീനായിരുന്നു. അപ്പോൾ കപ്പ ഞാൻ 2 ഊറ്റും. ഞാൻ അന്ന് മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, നല്ല വേവുന്ന കപ്പയായിരുന്നു കേട്ടോ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ഇപ്രാവശ്യത്തെ ഒട്ടും കട്ടിയില്ലാത്ത നീളം കപ്പയായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ച് ഇനിയും അത് വേവത്തില്ലയോ എന്ന്. വേവുന്നതായിരുന്നു, നന്നായിട്ട് വേവുന്നതായിരുന്നു.
വേവുന്നതാണെങ്കിലും ഞാൻ 2 ഊറ്റും. അപ്പോൾ അതിൻ്റെ കട്ട് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ പറയും, നമ്മുടെ നാട്ടിലൊക്കെ പറയും കട്ടെന്ന് പറയും, ചീനിക്ക് കട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ആദ്യത്തെ വെള്ളം അങ്ങ് ഊറ്റി കൊഴുപ്പൊക്കെ പോലെ കാണുമല്ലേ, അതൊന്ന് ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് അതുകൂടെ ഊറ്റിക്കളയും. എന്നിട്ടാണ് നമ്മൾ അരപ്പിടുന്നത്. ഇവിടെ കപ്പ വേവിച്ച 1 സ്പൂൺ പോലും എൻ്റെ കണവൻ മാപ്പിള കഴിക്കത്തില്ല. എന്തോ സാധനമെന്ന് അറിയത്തില്ല. ഇവിടെ ഈ പിള്ളേർ പോൾമോൻ കഴിക്കുമായിരുന്നു, പ്രൈസൻ കഴിക്കത്തില്ലായിരുന്നു. പ്രൈസൻ ഇപ്പം നാട്ടിൽ പോയി പിന്നെ പ്രൈസനും കഴിക്കാൻ തുടങ്ങി. പോൾമോൻ എന്ന് പറയുന്നത്, പോൾമോൻ ആദ്യത്തെ കുഞ്ഞായതുകൊണ്ട് എൻ്റെ ഡെലിവറി കഴിഞ്ഞൊരു 5-6 മാസം കഴിഞ്ഞ് ഒരു 1.5 വർഷം ഞാൻ നാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പോവുമായിരുന്നു. ഈ പ്രൈസൻ മോനും ഇവനുമായിട്ട് 7 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടല്ലേ. അപ്പം അത്രയും വയസ്സിൽ ഞങ്ങൾ വർഷം തോറും അങ്ങ് പോവുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഇവൻ കഴിച്ച് അവന് ശീലമായി. അപ്പം വേവുന്നതാണ്. ഞാൻ അപ്പോൾ ഇച്ചിരി അരപ്പിൻ്റെ അകത്ത് തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് അരപ്പിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് അവിടെ ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ. അപ്പോൾ അരപ്പൊന്ന് വേവണമല്ലേ. എന്നിട്ട് ഞാനിവിടെ ഈ അരപ്പിങ്ങനെ തിളയ്ക്കാറാണ്. ഇച്ചിരി ചാറായിട്ടാണ് എടുക്കുന്നത്, കാരണം കപ്പ കഴിക്കാൻ ഇച്ചിരി ചാറ് വേണമല്ലേ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചാറായിട്ട് ഗ്രേവിയായിട്ടാണ് എടുക്കുന്നത്. മീനെല്ലാം പറക്കിയിട്ട് കൊടുക്കട്ടെ. കാണുമ്പോൾ ഒരു കപ്പയും മീൻ കറിയേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ സമയം എത്ര എടുക്കും? മീൻ വെട്ടാൻ സമയം പോവും, കപ്പ പൊളിച്ചരിയാൻ സമയം പോവും, ഇത്രയുമാ. അത് വെക്കാനൊന്നും നമുക്ക് അത്രയും സമയം വരത്തില്ല. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, കോവയ്ക്ക എന്തെങ്കിലും കുറേ നേരം എടുത്തു. കോവയ്ക്ക എന്നാലും ഞാൻ വാലും ഞെട്ടും കളഞ്ഞെടുത്തു. അതിന് ശേഷം പിന്നെ കുറച്ചരിഞ്ഞായിരുന്നു. അപ്പോഴത്തേനും ഒത്തിരി സമയമായി. എനിക്ക് ഒത്തിരി ഇങ്ങനെ, കാരണം വൈകിട്ടൊക്കെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടല്ല എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളൊരു ഇതല്ലെങ്കിൽ ഞാൻ തലേന്നേ ഇതൊക്കെ അങ്ങ് അരിഞ്ഞ് വെക്കും. ബൈ ചാൻസ് ചില ദിവസം അരിയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പം പിറ്റേ ദിവസം ഇച്ചിരി സമയം എനിക്ക് പോവും. അപ്പോൾ കപ്പ ഞാൻ ആ മത്തും കൊണ്ടൊന്ന് ഉടച്ചെടുക്കട്ടെ, ഇങ്ങനെ ഇടിച്ചെടുക്കട്ടെ. ഇവിടെ ഇവർക്കൊക്കെ നന്നായി ഇടിഞ്ഞ് നല്ല കുഴഞ്ഞിരിക്കണം. പീസ് ഇച്ചിരിയിലും ഉണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് ഇഷ്ടം വരത്തില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കുകയോ ഈ പെണ്ണുമ്പുള്ള ഇതിൻ്റെ അകത്തെ മടിച്ച് നക്കി തിന്നുവാന്ന് തോന്നുന്നു. അതൊന്നും കളയാനില്ല കേട്ടോ. അതിനൊരു പ്രത്യേക രുചിയുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ആരെന്ത് പറഞ്ഞാലും നെവർ മൈൻഡ് എനിക്ക് കേട്ടോ, ഞാനത് നക്കി തിന്നും. അപ്പം എനിക്ക് ഇവിടെ ഈ അടുക്കളയിൽ നിന്നാൽ വെളിയിൽ പോകുന്നവരെയും വരുന്നവരെയും അവിടെ ഇരിക്കുന്ന ഭായിമാരെ എല്ലാം കാണാം. അതാ ഞാൻ ഇങ്ങനെ നോക്കുന്നത്. നമ്മുടെ നോട്ടം എപ്പോഴും വെളിയിലോട്ടായിരിക്കുമല്ലേ. അപ്പം മീൻകറിയൊക്കെ ഇവിടെ നന്നായി വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇച്ചിരി കപ്പയും കൂടെ കഴിക്കാം നമുക്ക്. ഞാൻ ആ തലയാണ് എടുക്കുന്നത്. ഇപ്പം ഇച്ചിരി ചാറും തലയും കൂടെ എടുക്കാമെന്ന് വെച്ച്. കപ്പ നല്ല ചൂടുണ്ട്, മീൻ കറിയും ചൂടുണ്ട്. ഈ മീൻ കറി വൈകുന്നേരം ആകുമ്പം കുറേയും കൂടെ ഒന്ന് കൊഴുക്കും. ഇപ്പം ഇച്ചിരി ചാറായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കപ്പയൊക്കെ നമുക്ക് പെട്ടെന്ന് കഴിക്കണമെങ്കിൽ കുറേയും കൂടെ കഴിയണം. ഞാൻ പിന്നെ വീഡിയോ എടുക്കേണ്ടിയിട്ട് അങ്ങ് പെട്ടെന്ന് എടുത്തതാണ്. ചൂടുണ്ട്, കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.